കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായിട്ട് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, പരിശുദ്ധമായിരിക്കുന്ന വലിയ നോമ്പിന്റെ ഈ നാളുകൾ അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. കൃപകളാലും നന്മകളാലും കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് വചന പഠനം ഏറെ അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ വചനത്തെ അവിടുന്ന് പകർത്തി എഴുതണമേ. കർത്താവിന്റെ കരുണ കൂട്ടായിട്ടുണ്ടാകണമേ. സകലതും തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. പരിശുദ്ധ മാതാവിന്റെയും സകല ശുദ്ധിമാന്മാരുടെയും മധ്യസ്ഥത കാവലാകണമേ. ആദ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ ബാക്കി ഉള്ളതാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ദിനവൃത്താന്ത കേൾക്കാമല്ലോ അല്ലെ? ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാൾ പറയാമോ? കേൾക്കാം. ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ 16 മുതലുള്ള ഭാഗങ്ങളാണ്. 15-ാം അധ്യായം നമ്മൾ അവസാനിപ്പിച്ചത് ഒരു പ്രദക്ഷിണത്തിൻ്റെതായിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. കർത്താവിന്റെ പെട്ടകം കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച്. ആ സമയത്ത് ദാവീദ് രാജാവ് വളരെ ആഘോഷത്തോടു കൂടി, ഉല്ലാസത്തോടു കൂടി കർത്താവിന്റെ പെട്ടകം കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ട്. അതിന്റെ കണ്ടിന്യൂഷനാണ് ബാക്കി ഇപ്പോൾ ആരംഭിക്കുന്നത്. 16-ാമത്തെ അധ്യായം, 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനുവേണ്ടി അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അതിനുശേഷം അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു. ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരു അപ്പവും ഒരു കണ്ടം ഇറച്ചിയും ഒരു മുന്തിരിങ്ങാക്കട്ടയും വീതം വിഭാഗിച്ചു കൊടുത്തു. ഈ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ ഓരോ പ്രദക്ഷിണങ്ങളും അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ? നമ്മൾ നോർത്ത് നോക്കി, എല്ലാ പ്രദക്ഷിണങ്ങളും അവസാനിക്കുന്നത് പ്രകാരമാണ്. പെട്ടകം കൊണ്ടുവന്നു, യഹോവയുടെ സാന്നിധ്യം ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്ത് അവര് പ്രവേശിച്ചു. അതിനുശേഷം നടത്തുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ അനുഗ്രഹിച്ചു. ഈ പ്രദക്ഷിണത്തെക്കാളും പ്രാധാന്യം, ഈ പെട്ടകം കൊണ്ടുവന്നതിനേക്കാളും പ്രാധാന്യം, ആ കൊണ്ടുവന്നതായിരിക്കുന്ന യാത്രയെക്കാളും ഒക്കെ പ്രാധാന്യം എന്തിനാണെന്ന് ചോദിച്ചാൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചതിനാണ്. അതിനുശേഷമാണ് ജനത്തെ അനുഗ്രഹിക്കുന്നതും. അതിനുശേഷമാണ് നേർച്ചയായിട്ട് ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു കണ്ണം ഇറച്ചിയും ഒരു മുന്തിരിങ്ങാക്കട്ടയും കൊടുക്കുന്നതും. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടേക്ക് ഈ അപ്പം ഇറച്ചിയൊക്കെ വന്നത്. അപ്പം ഇറച്ചിയും നമ്മളിങ്ങനെ നേർച്ചകൾ മാറി മാറി വരുമ്പോഴും വേദപുസ്തക പശ്ചാത്തലത്തിൽ ഒരു കാര്യം നാം ഓർക്കണം. ആരാധനയ്ക്ക് ശേഷമുള്ള ആഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാധനയ്ക്ക് ശേഷമുള്ള ആഹാരമൊക്കെ വേദപുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പെട്ടകം കൊണ്ടുവന്നതിന് ശേഷം അവർ ബലി നടത്തി. ഈ ജനം മുഴുവൻ ഈ ബലിയിലുണ്ട്. ഈ ജനം മുഴുവൻ ഹോമയാഗം കഴിച്ചതിലും സമാധാനയാഗം കഴിച്ചതിലുമുണ്ട്. ഈ ബലിയർപ്പണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. നമ്മൾ നോർത്തേ, നമ്മുടെ എല്ലാ പെരുന്നാളുകളുടെയും സമാപനത്തിനകത്ത് ഒരു ആശീർവാദമുണ്ട്. ആരുടെ നാമത്തിൽ ആശീർവദിക്കുന്നതെന്ന് അറിയാമോ? കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നത്. പരിശുദ്ധന്റെ ആണെങ്കിലും ശുദ്ധിമതിയുടെ നാമത്തിലാണെങ്കിലും പെരുന്നാൾ നടത്തുന്നത് ആരുടെ നാമത്തിലാണെങ്കിലും ആശീർവാദം നടത്തുന്നത് മൊത്തം കർത്താവിന്റെ അനുഗ്രഹങ്ങളാണ്. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതായ രാജ്യം വന്ന് അവകാശിച്ചു കൊള്ളുവീൻ എന്നുള്ള വാഗ്ദത്തകരമായിരിക്കുന്ന ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഇടയാകട്ടെ. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കർത്താവിന്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങളുടെ എല്ലാം ഒടുവില് വന്നു ചേർന്നതായിരിക്കുന്ന ജനത്തിന് അപ്പവും ഇറച്ചിയും മുന്തിരിങ്ങാക്കട്ടയും കൊടുത്തു. യാതൊരു കുറവുമില്ലാതെ കൊടുത്തേ. നേർച്ച കൊടുത്തു. ആരാധനയിൽ പങ്കുകാരായ ജനത്തിന് അനുഗ്രഹമുണ്ടായിരുന്നു. അനുഗ്രഹത്തിന് ശേഷം നേർച്ചയുണ്ടായിരുന്നു. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ആരാധനയിൽ പങ്കെടുത്ത ജനത്തിന് അനുഗ്രഹം കൊടുത്തു. അനുഗ്രഹത്തിന് ശേഷമാണ് നേർച്ച കൊടുത്തത്. ഇത് നമ്മുടെ ഒരു ഹൃദയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. ഓരോ പെരുന്നാളിന്റെ പ്രദക്ഷിണം കൂടുമ്പോഴും ദാവീദ് പെട്ടകം കൊണ്ടുവന്നത് നമ്മുടെ മനസ്സിനകത്തുണ്ടാവണം. ദാവീദ് വളരെ ആഘോഷത്തോടു കൂടി പെട്ടകം കൊണ്ടുവന്നു. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ബലി നടത്തി. ബലിയുടെ ഒടുവിൽ ആശീർവാദം കൊടുത്തു. ആശീർവാദത്തിനൊടുവിൽ നേർച്ച കൊടുത്തു.
അതിനെ തുടർന്ന് ദാവീദ് രാജാവ് പെട്ടകം കൈകാര്യം ചെയ്യാനായിട്ട് ലേവ്യരെ നിയമിച്ചു. പെട്ടകം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉള്ളതായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ലേവ്യരെ നിയമിച്ചു. ഇനി അടുത്ത ഭാഗം എങ്ങനെയാണ്? 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ഭാഗം മുതൽ. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രം ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകരെ നിയമിച്ചു. ആസാഫ് തലവൻ, അങ്ങനെ പേരുകളൊക്കെ പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യം എങ്ങനെയാണ്? ദൈവത്തിന്റെ നിയമപെട്ടകത്തിന് മുൻപിൽ നിരന്തരം കാഹളം ഊതി. അവരെന്നിട്ടൊരു പാട്ട് പാടുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്തവർ പാട്ട് പാടി 105-ാം സങ്കീർത്തനമാണ് അവിടെ ആലപിക്കുന്നത്. 105-ാം സങ്കീർത്തനം. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള ഭാഗങ്ങൾ 105-ാം സങ്കീർത്തനം. 105-ാം സങ്കീർത്തനം അവിടെ ആലപിക്കുകയാണ്. അങ്ങനെ വലിയ സ്തോത്ര ഗീതം പാടുകയാണ്. 36-ാം ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? 36-ാം വാക്യം അതെങ്ങനെയാണോ? സകല ജനവും ആമേൻ എന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു. സകല ജനവും ആമേൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയുടെയും ആരാധനയുടെയും ഒക്കെ പ്രതിവാക്യം ആമേനാണ്. ആമീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അപ്രകാരം തന്നെ. അതായത് ഈ ചൊല്ലുന്ന പ്രാർത്ഥന, ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സമർപ്പിക്കും. ഇപ്പൊ ജനമെല്ലാം പറയും ആമീൻ, അപ്രകാരം ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതേ അച്ഛൻ ചൊല്ലിയതുമായിട്ട് യാതൊരു വ്യത്യാസമില്ല, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനകളെ അംഗീകരിക്കുന്നതായ ഒരു നിമിഷം, അതെല്ലാം സ്വീകരിക്കുകയാണ്. ഇവിടെ ഓർക്കണം, ഇവിടെ ഒരു പാട്ട് പാടുകയാണ്. പാട്ട് പാടാനായിട്ട് ദാവീദ് രാജാവ് ഒരു ഗായക സംഘത്തെ ഉണ്ടാക്കി. 16-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള ഭാഗത്ത് അതിൽ നിന്ന് പുരോഹിതന്മാരുണ്ട്, അതില് ഓബേദേദോമുണ്ട്. അങ്ങനെ പ്രഗത്ഭരായിരിക്കുന്ന ഒരു ടീമിനെ വെച്ച് യഹോവയുടെ പെട്ടകത്തിന് മുന്നിൽ പാട്ട് പാടാനായിട്ട് ദാവീദ് രാജാവ് ഒരു ഗായക സംഘം രൂപീകരിച്ചു. വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, ആരെങ്കിലും അറിയുന്നവരുണ്ടെ പറയണേ. സ്ത്രീകളുടെ കൊയറ് ആദ്യമായിട്ടുണ്ടാക്കിയ ആളാരാന്നറിയാവോ? സ്ത്രീകളുടെ ഗായക സംഘം ആദ്യമായിട്ടുണ്ടാക്കിയ വ്യക്തി വേദപുസ്തകത്തിലല്ല കേട്ടോ, വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലല്ല. ഞാൻ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞ, ഇന്ന് ആ ദിവസവുമായിട്ട് വളരെ പ്രാധാന്യമുണ്ടായത്. അറിയാവോ? ഒരു ക്ലൂ പറയാം. ഇന്നത്തെ ദിവസമായിരുന്നു വലിയ നോമ്പിലെ ആദ്യത്തെ ശനിയാഴ്ച. ഇന്നത്തെ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ. അല്ല, നിങ്ങളായിരുന്നു പള്ളിയിൽ പോയില്ലേ? അതിന്റെ മാറപ്രേം. അതെ അതെ, അനു മാത്യു പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത വലിയ നോമ്പിൽ ആദ്യത്തെ ശനിയാഴ്ച ആരുടെ ഓർമ്മയാ? മാറപ്രേമിന്റെ ഓർമ്മയാ. പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നറിയപ്പെട്ട മാറപ്രേം. ഞാൻ പറഞ്ഞു പോയ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ ഇപ്പം തുനിയാണ്. യാക്കോബിന്റെ ശിഷ്യനായിരുന്ന മാറപ്രേം. മാറപ്രേമാണ് സഭയുടെ ചരിത്രത്തിൽ കാവ്യാത്മകമായിരിക്കുന്ന കൃതികൾ കൊണ്ട് സഭാഗാത്രത്തെ സമ്പുഷ്ടമാക്കിയത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ് ഞങ്ങൾക്കുള്ള കർത്താവേ കൃപ ചെയ്യണമേ, കൈക്കൊണ്ടടിയാരുടെ കർമ്മം, ഇങ്ങനത്തെ എഴുത്തുകളെല്ലാം. മാർ അപ്രേമിന്റെ ബഹൂസോ നമ്മൾ കുർബാന ക്രമത്തിൽ കാണാറില്ലേ? മാർ അപ്രേമിന്റെ ബഹൂസോ എന്ന് പറഞ്ഞു, ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ഇതെല്ലാം അപ്രേമിന്റെ ബഹൂസോയാ. അപ്രേമിന്റെ എഴുത്തുകളിലാണ് ഈ ശവസംസ്കാരത്തിൽ പോലും ഈ ആർദ്രത തോന്നണമേ നാഥായി കർമ്മം കൈക്കൊള്ളണമേ, അത് തുടങ്ങി അപ്രേമിന്റെ ബഹൂസോകൾ ശവസംസ്കാരത്തിലുണ്ട്, വിവാഹ കൂദാശയിലുണ്ട്, ആരാധനയിലുണ്ട്, ശയന നമസ്കാരത്തിലുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. അപ്രേമാണ് AD 307 ജനിച്ച് 370 മരണപ്പെട്ടതായിരിക്കുന്ന പിതാവ്. യാക്കോബിന്റെ ശിഷ്യനായിരുന്നു, പുരോഹിതനായില്ല, ഒരു കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എടുക്കുവാൻ യോഗ്യതയില്ല, അത്രമേൽ ഞാൻ വിശുദ്ധനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാശനായിട്ട് തന്നെ അദ്ദേഹം തുടർന്നു. എഡേസയിൽ ജീവിച്ചു, അന്ത്യോഖ്യയുമായിട്ട് ബന്ധം പുലർത്തി. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ അദ്ദേഹം ഏറെ കാവ്യാത്മകമായിരിക്കുന്ന രചനകൾ കൊണ്ട് സഭയുടെ പ്രതിസന്ധിയുടെ കാലയളവിൽ അദ്ദേഹത്തെ എഴുത്തുകൾ കൊണ്ട്, കാവ്യാത്മകമായിരിക്കുന്ന കൃതികൾ കൊണ്ട് വിശ്വാസത്തെ അദ്ദേഹം പരിപോഷിപ്പിച്ചു. അദ്ദേഹമാണ് സഭയിൽ
ഒരു ഗായക സംഘത്തിൻ്റെതായിരിക്കുന്ന പ്രാധാന്യം, സ്ത്രീകൾ ഗായക സംഘത്തിൽ വേണമെന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയോടുകൂടി ആ നാളുകളിൽ, ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, 350-നോടടുത്ത് സഭയിൽ ആദ്യമായിട്ട് സ്ത്രീകളുടെ ഗായക സംഘം രൂപീകരിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, ഇത്രയൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇന്ന് പള്ളിയിൽ നമ്മളൊക്കെ പോയവരായിരിക്കും ആദ്യ ശനിയാഴ്ച. ഇന്ന് മാർ അപ്രേമിന്റെ ഓർമ്മയാണ്. വലിയ നോമ്പിലെ ആദ്യ ശനിയാഴ്ച മാർ അപ്രേമിന്റെ ഓർമ്മയാണ്. അതോടൊപ്പം തന്നെ മാർ തേവോദോറോസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹത്തിന്റെ കൂടി ഓർമ്മയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്ത് AD 350 ജീവിച്ചതായിരിക്കുന്ന ഒരു പുരോഹിതനാണ്. സഭയുടെ പീഡനത്തിന്റെ നാളുകളിൽ അദ്ദേഹം ആരാധന നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. അദ്ദേഹമാണ് തേവോദോറോസ് സഹദ ആയിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്ത് ജീവിച്ചിരുന്ന പുരോഹിതനായിരുന്നു തേവോദോറോസ്. ഈ രണ്ടുപേരും നമ്മുടെ മനസ്സിനകത്തുനിന്ന് ഓർമ്മയുണ്ടാകണം. നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ഇവര് ഒരു പാട്ട് പാടുകയാണ്. അതിനുവേണ്ടി ദാവീദ് രാജാവ് ചിലരെയൊക്കെ ക്രമീകരിച്ചിരുന്നു. പെട്ടകം ഭംഗിയായി നോക്കാൻ, ആരാധന നടത്താൻ ദാവീദ് ആളുകളെ ഏൽപ്പിച്ചു. 16-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ്: പെട്ടകം ഭംഗിയായിട്ട് നോക്കുവാനും അതിന്റെ മുൻപിൽ ആരാധന നടത്തുവാനും ദാവീദ് ആളുകളെ നിയോഗിച്ചു. അതിൽ ലേവ്യരുണ്ട്, അവരെ ഭംഗിയായിട്ട് ഏൽപ്പിച്ചു. 17-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. ദേവാലയം പണിയാനായിട്ടുള്ള ഒരു ആലോചന ദാവീദിന്റെ മനസ്സിൽ തോന്നുന്നു. നമുക്കറിയാമല്ലോ, 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം. സെയിം, നമ്മുടെ സ്വന്തം വേദപുസ്തകമാണെങ്കിൽ നമ്മൾ സമമിട്ടിട്ട് ഈ അധ്യായത്തോട് ചേർന്ന് എഴുതി വെക്കാൻ പറ്റും. 2 സാമുവേൽ 7 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇതേ കാര്യം തന്നെയാണ് അവിടെയും പ്രതിപാദിക്കുന്നത്. ദേവാലയം പണിയുവാനുള്ള ആലോചന ദാവീദിന് തോന്നുന്നു. അത് നാഥാൻ പ്രവാചകനോട് ഷെയർ ചെയ്യുന്നു. നാഥാൻ പ്രവാചകൻ യഹോവയുടെ അരുളപ്പാടുണ്ടാകുന്നു. അത് ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോനായിരിക്കും പണിയുക എന്നുള്ളത്. അത് ദാവീദിനോട് അറിയിക്കുന്നു. ദാവീദ് ആ സമയത്ത് ദൈവത്തോട് ചോദിക്കുന്നു, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. കാരണം ദാവീദിനോട് സ്വർഗത്തിന്റെ അരുളപ്പാട് നാഥാൻ പ്രവാചകൻ പറയുന്ന അടുത്ത തലമുറയായിരിക്കും ഇത് പണിയുന്നത്. ദാവീദിന് വലിയ സന്തോഷമായി. കാരണം അടുത്ത തലമുറയെ ദൈവം വിശുദ്ധിയിൽ പരിപാലിക്കുന്നുണ്ടല്ലോ. ദാവീദ് ചോദിക്കുകയാണ്, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. 17-ാം അധ്യായത്തിൽ ദേവാലയ പണിയെ കുറിച്ചുള്ള ആലോചന ദാവീദ് നാഥാൻ പ്രവാചകനോട് പറയുന്നു. നാഥാൻ പ്രവാചകൻ യഹോവയുടെ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നു. ആ അരുളപ്പാട് ദാവീദിനോട് പറയുന്നു. തലമുറകൾക്കാണ് അതിന്റെ ഭാഗ്യം എന്നുള്ള കാര്യം അറിയിക്കുന്നു. 18-ാം അധ്യായം, 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം. 18-ാം അധ്യായം സമം 2 സാമുവേൽ 8 ആണ്. 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അതിൽ 2 വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. ബൈബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായം 6-ാമത്തെ വാക്യവും 13-ാമത്തെ വചനവും. 6-13 ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. 6-ഉം 13-ഉം. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇതാണ് വലിയൊരു പ്രത്യേകത. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദാവീദിന്റെ ജീവിതത്തിൽ ചില പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട്, ചില താളപ്പിഴകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ദാവീദ് ചെന്നിടത്തൊക്കെ യഹോവ അവന് ജയം കൊടുത്തു. കാരണം എന്താണെന്നറിയോ? അനുതാപപൂർണമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ദാവീദിന് കുറവുകൾ വന്നു പോയിട്ടുണ്ട്, പക്ഷെ അവിടെ അനുദപിച്ചിട്ടുണ്ട്. അനുതാപപൂർണമായിരിക്കുന്ന ഒരു ജീവിതമുള്ളിടത്ത് ചെല്ലുന്നിടത്തൊക്കെ കർത്താവ് ജയം നൽകും. വേറെ ആരും നമുക്ക് ജയം നൽകി നമ്മൾ ജയിക്കത്തില്ല. നമ്മുടെയൊക്കെ ജയത്തിന് ഇത്ര ദിവസത്തെ കാലാവധിയൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്കൊന്നും പറ്റില്ല. പക്ഷെ കർത്താവ് ഒരു ജയം നൽകണം. ദാവീദ് ചെന്ന സ്ഥലത്തൊക്കെ ദാവീദിന് ജയം കൊടുത്തു. 18-ാം അധ്യായം പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് ദാവീദ് ഫെലിസ്ത്യരെ തോൽപ്പിച്ചടക്കി ഗത്ത്, അങ്ങനെ ചില രാജ്യങ്ങളെ തോൽപ്പിക്കുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ദാവീദ് ഇസ്രായേലിന് രാജാവായി വാഴുന്ന നിമിഷത്തെക്കുറിച്ചാണ്. പക്ഷേ ആ ഭാഗത്ത് 2 ഇടങ്ങളിൽ പറയാണ് ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. എനിക്കിനി പറയാനായിട്ടുള്ളത്, നമുക്ക് ചിലപ്പോൾ ചെറിയ ജയമായിരിക്കാം, വലിയ ജയമായിരിക്കാം. നൽകുന്നത് കർത്താവാണെന്ന് മറന്നു പോകരുത്. നമ്മളൊക്കെ അഹങ്കരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും, ഇത് വേറെ ആരോ തന്നെയാണ്. പക്ഷെ ദൈവം നൽകിയതായിരിക്കുന്ന ജയമാണ് കേട്ടോ. ദൈവമാണ് ജയം നൽകുന്നത്. 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, അതായത് 18-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ, അത് നമ്മുടെ അറിവിലേക്ക് ഞാനെന്ന് പറയാണ്. 1 ദിനവൃത്താന്തം 18-ന്റെ 15, 16, 17. അവിടെ 4 പേരെ കുറിച്ച് പരാമർശിക്കുകയാണ്. 1, ദാവീദിന്റെ സേനാധിപതി യോവാബ്. ഈ പേരുകൾ ഓർത്തിരിക്കണേ.
ദാവീദിന്റെ സേനാധിപതി യോവാബ്. ദാവീദിന്റെ മന്ത്രി യഹോശാഫാത്ത്. ദാവീദിന്റെ മന്ത്രി യഹോശാഫാത്ത്. ദാവീദിന്റെ പുരോഹിതന്മാർ രണ്ടുപേര് സാദോക്ക്, അഹീമേലേക്ക്. ദാവീദിന്റെ പുരോഹിതന്മാർ രണ്ടുപേര് സാദോക്ക്, അഹീമേലേക്ക്. ദാവീദിന്റെ രായസക്കാരൻ ശൗശ. ദാവീദിന്റെ രായസക്കാരൻ ശൗശ. ദാവീദിന്റെ സേനാധിപതി, നമ്മുടെ മൈൻഡിനകത്തേക്ക് ഇപ്പൊ തന്നെ പഠിക്കണം, യോവാബ്. ദാവീദിന്റെ മന്ത്രി യഹോശാഫാത്ത്. ദാവീദിന്റെ പുരോഹിതന്മാർ സാദോക്ക്, അഹീമേലേക്ക്. ദാവീദിന്റെ രായസക്കാരൻ ശൗശ. അങ്ങനെ ഈ 4 പേരുടെ പേരുകൾ അവിടെ എടുത്ത് പരാമർശിക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. 1 ദിനവൃത്താന്തം 19. 1 ദിനവൃത്താന്തം 19 സമമാണ് 2 ശമൂവേൽ 10. 2 സാമുവേൽ ചാപ്റ്റർ 10 ഇതുമായിട്ട് തുല്യമായ കാര്യങ്ങളാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവിടെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ കണ്ടന്റ് എന്ന് പറയുകയാണ്, അമോര്യ രാജാവായ നാഹാശ് എന്ന രാജാവ് മരിച്ചു. 1 ദിനവൃത്താന്ത പുസ്തകം 19-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അമോര്യരുടെ രാജാവായ നാഹാശ് മരിച്ചു, അവന്റെ മകൻ അവന് പകരം രാജാവായി. അവന്റെ മകന്റെ പേര് ഹാനൂൻ എന്നാണ്. അദ്ദേഹം രാജാവായി. അപ്പൊ ദാവീദിന് ഈ അമോര്യ രാജാവായ നാഹാശിനോട് ഒരു സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് മകൻ ആയിരിക്കുന്ന ഹാനൂനോട് കരുണ കാണിക്കാൻ വേണ്ടി ദാവീദ് ആളെ അയക്കുകയാണ്. പക്ഷെ ചില തെറ്റിദ്ധാരണകൾ മൂലം ഈ ഹാനൂൻ എന്ന് പറയുന്ന കൊച്ചു രാജാവിന്റെ കൂടെ ചിലരുടെ ഉപജാപക വൃന്ദം കാരണം അദ്ദേഹം ദാവീദ് രാജാവ് അയച്ചതായിരിക്കുന്ന ആളുകളെ അപമാനിച്ച് പറഞ്ഞയക്കുകയാണ്. ദാവീദ് രാജാവ് നല്ല പേരിലാണ് അയച്ചത്. പക്ഷെ ചില തെറ്റിദ്ധാരണകൾ കാരണം ചിലരുടെയൊക്കെ ഉപദേശം കേട്ടിട്ട് ഈ ഹാനൂൻ എന്ന് പറയുന്ന രാജാവ് ദാവീദ് അയച്ചവരെ അപമാനിച്ച് പരിഹസിച്ച് അയക്കുകയാണ്. അയാളുടെ തെറ്റല്ല, ചിലര് പറഞ്ഞു കൊടുത്തതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഉണ്ടാവും. നമ്മളോട് കരുണ കാണിക്കാൻ, നമ്മളോട് സ്നേഹമുള്ള ചില മനുഷ്യരുണ്ടാവും. പക്ഷെ ചിലര് സൈഡിൽ നിന്ന് അതും ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ തെറ്റിപ്പിക്കും. ചില തെറ്റിദ്ധാരണകൾ അങ്ങനെയാണ്, ഒരു കാരണവുമില്ലാതെ പറഞ്ഞുണ്ടാക്കിയിട്ട് ചില കാര്യങ്ങൾക്ക് വലിയ ശാപം വരുത്തും. ഓർക്കണം, എന്ത് പറ്റിയെന്നോ, അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയവർക്കും ഹാനൂനും ഒരുപോലെ ശിക്ഷ ലഭിച്ചു. ചില ജീവിതങ്ങൾ എങ്ങനെയാണ്, ഈ വാ കൊണ്ട് ചില ജീവിതങ്ങൾ നമ്മൾ നശിപ്പിക്കും. ഇവിടെ ഇതാ ദാവീദ് രാജാവ് നാഹാശിന്റെ മകനായിരിക്കുന്ന ഹാനൂനോട് ദയ കാണിക്കാൻ വേണ്ടി അയച്ചതാണ്. പക്ഷേ ചിലരുടെ ഇടപെടൽ മൂലം ഹാനൂൻ ദാവീദ് രാജാവ് അയച്ചവരോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുകയാണ്, അപമാനിച്ച് പറഞ്ഞയക്കുകയാണ്. പിന്നീട് യുദ്ധം ഉണ്ടാവുക, പിന്നീട് യുദ്ധങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. ഓർക്കണം, 19-ാം അധ്യായം അവസാനിക്കുന്നത് അരാമ്യരുടെ കീഴടങ്ങലിലാണ്. അമോര്യരും അരാമ്യരും ഒക്കെ കീഴടങ്ങിപ്പോയി. 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 2 സാമുവേൽ ചാപ്റ്റർ 12 സമമാണ് 1 ദിനവൃത്താന്തം 20. 1 ദിനവൃത്താന്തം 20-ാം അധ്യായം സമം 2 സാമുവേൽ ചാപ്റ്റർ 10. നമ്മൾ പണ്ട് പഠിച്ചതാണ്. യുദ്ധങ്ങളാണ്, ദീർഘമായ യുദ്ധങ്ങൾ. എന്നോർത്തെ, രബ്ബ എന്ന് പറയുന്ന ദേശം ദാവീദ് തോൽപ്പിക്കുന്നു. പിന്നീട് ഫെലിസ്ത്യരോട് യുദ്ധം വരുന്നു. രബ്ബ എന്ന് പറയുന്ന ദേശത്ത് തോൽപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഫെലിസ്ത്യ ദേശത്തോട് യുദ്ധം വരുന്നു. ഫെലിസ്ത്യർ, ദാവീദ് തോൽപ്പിച്ച ആദ്യ ഫെലിസ്ത്യൻ ആരാണെന്ന് പറയാമോ? ദാവീദ് തോൽപ്പിച്ച ആദ്യ ഫിലിസ്ത്യൻ ദാവീദ് തോൽപ്പിച്ച ആദ്യ ഫിലിസ്ത്യൻ ദാവീദ് തോൽപ്പിച്ച ആദ്യ ഫിലിസ്ത്യൻ ഗോലിയാത്താണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഗോലിയാത്ത്. ദാവീദ് തോൽപ്പിച്ച ആദ്യ ഫിലിസ്ത്യൻ ഗോലിയാത്താണ്. അന്ന് ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നത് ഇടയച്ചെറുക്കനായി നിന്നിട്ടാണ്. അവണയിൽ നിന്ന് കല്ലെടുത്ത് ചെയ്തു. സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഇടയച്ചെറുക്കനായിട്ട്. എന്നാൽ ഇവിടെ ഇതാ ഫെലിസ്ത്യർ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തോട് ദാവീദ് യുദ്ധം ചെയ്യുകയാണ്. 20-ാം അധ്യായം 4-ാം വാക്യം. 20-ാം അധ്യായം 4-ാം വാക്യം. അവിടെയൊക്കെ ഗേസരിൽ വെച്ച് ഫിലിസ്ത്യരോട് യുദ്ധം ഉണ്ടായതിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയുകയാണ്. ആ സമയത്ത് സിബക്കായി, മല്ലന്മാരുടെ മക്കൾ ഒരുത്തനായി സിപ്പായിയെ വെട്ടിക്കുന്നു. അതിന്റെ താഴേക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ 5-ാം വാക്യം, ഗോലിയാത്തിന്റെ സഹോദരനായ ലഹ്മിയെ വെട്ടിക്കുന്നു. ഗോലിയാത്തിന്റെ സഹോദരൻ ലഹ്മി. ആ പേര് ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഗോലിയാത്തിനെ പരിചയമുണ്ട്, ഗോലിയാത്തിന്റെ സഹോദരനെ പരിചയമില്ല. ഗോലിയാത്തിന്റെ സഹോദരനായ ലഹ്മി
ലഹ്മിയെ ദാവീദ് രാജാവ് വെട്ടിക്കൊന്നു. പിന്നീട് യുദ്ധം നടക്കുക. ഈ 20-ാം അധ്യായം ഫുൾ യുദ്ധത്തിന്റെ അധ്യായമാണ്. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ 24 വിരലുള്ള ഒരു മനുഷ്യൻ, കയ്യിൽ 6 വിരല്, മറ്റേ കയ്യിൽ 6 വിരല്, കാലിന് 6 വിരല്, മറ്റേ കയ്യിൽ 6 വിരല്, അങ്ങനെ 24 വിരലുള്ള ഒരു മനുഷ്യൻ. അയാളുടെ പേര് കൊടുത്തിട്ടില്ലെങ്കിലും അപ്പന്റെ പേര് കൊടുത്തിട്ടുണ്ട്. രാഫ എന്നാണ് അപ്പന്റെ പേര്. അങ്ങനെ ഈ വീരന്മാരെ എല്ലാം ദാവീദ് രാജാവ് വധിക്കുകയാണ്. 20-ാം അധ്യായത്തിൽ യുദ്ധത്തിൻ്റെതായിരിക്കുന്ന ഒരു അധ്യായമാണ്. 21-ാം അധ്യായം, 1 ദിനവൃത്താന്തം 21-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു, ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. അനന്തരം സാത്താൻ എഴുന്നേറ്റു, അനന്തരം സാത്താൻ എഴുന്നേറ്റു, ഇസ്രായേലിനെ എണ്ണാൻ ദാവീദിന് തോന്നിച്ചു. നോമ്പ് തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, സാത്താൻ എഴുന്നേറ്റിട്ടുണ്ട്. സാത്താൻ എഴുന്നേറ്റു, ഇസ്രായേലിനെ എണ്ണാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദിന് ഈ തോന്നൽ ഉണ്ടാക്കിയത് ആരാന്നറിയാവോ? സാത്താൻ. നമ്മൾ നോർത്തേ, ഈ നോമ്പിന്റെ നാളുകളിൽ പല തോന്നലുകളും സാത്താൻ ഉണ്ടാക്കും. പല തോന്നലുകളും സാത്താൻ ഉണ്ടാക്കും. സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു, എണ്ണാനായിട്ട് തോന്നിച്ചു. അതായത് ദാവീദ് ശക്തനായി, ഫെലിസ്ത്യരെ തോപ്പിച്ചു, അരാമ്യരെ തോപ്പിച്ചു, അമോര്യരെ തോപ്പിച്ചു, ഗബ്ബായെ തോപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും തോപ്പിച്ച് ശക്തനായപ്പോൾ ദാവീദിന് തന്റെ സൈന്യത്തെ ഒന്ന് എണ്ണാനായിട്ട് തോന്നി. ഞാൻ വലിയ ആളാണെന്നുള്ളൊരു തോന്നൽ വന്നു, ഞാനെന്ന ഭാവം വന്നു, എണ്ണാനായിട്ട് തോന്നുക. ദാവീദിന്റെ സേനാധിപതി ആരാ? യോവാബ്. യോവാബ് പറഞ്ഞു ദാവീദെ ചെയ്യരുതെന്ന് പറഞ്ഞു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ 21-ാം അധ്യായത്തിൽ യോവാബ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദാവീദ് കേൾക്കുന്നില്ല. സാത്താൻ എഴുന്നേക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് ജയം നൽകി നമ്മൾ ബലത്തിൽ നിന്ന് ശത്രുക്കളെ തോൽപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ സാത്താൻ എഴുന്നേൽക്കും. ഈ നോമ്പിൽ നമുക്ക് പിശാചിനെ അതിജീവിക്കാൻ പറ്റും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നുണ്ട്, ഭയങ്കര കുമ്പിടലാണ്, ഭയങ്കര ഉച്ച നമസ്കാരമാണ് തോന്നി, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴുണ്ടല്ലോ സാത്താൻ എഴുന്നേൽക്കും. സാത്താൻ എഴുന്നേൽക്കും, പലതും തോന്നിക്കും. ദേഷ്യപ്പെടാൻ തോന്നും, കുറ്റം പറയാൻ തോന്നും, അപവാദം പറയാനായിട്ട് തോന്നും, മറ്റുള്ള മനുഷ്യരോട് വെറുപ്പ് തോന്നും, പിന്നെ എന്നാക്കെ തോന്നുന്നറിയാവോ? അങ്ങനെ പലതും തോന്നും. നമ്മള് ദൈവത്തിന്റെ കയ്യിൽ, യഹോവ നമുക്ക് ജയം നൽകി നമ്മളായി ഇരിക്കുന്നതായിരിക്കുന്ന ഒരു സമയത്ത് ഓർക്കണം, സാത്താൻ ഇടപെടും. ദാവീദിന് സാത്താനെ തോപ്പിക്കാനായിട്ട് പറ്റിയില്ല. എല്ലാരെയും തോപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച്, ഗോലിയാത്തിന്റെ സഹോദരനായിരിക്കുന്ന ലഹ്മിയെ തോപ്പിച്ചു, ഫെലിസ്ത്യരെ തോപ്പിച്ചു, എല്ലാവരെയും തോപ്പിച്ച ദാവീദിന് ആരെ തോപ്പിക്കാൻ പറ്റുന്നില്ല? സാത്താനെ തോപ്പിക്കാനായിട്ട് പറ്റിയില്ല. അറിഞ്ഞില്ലെന്നേ, സാത്താൻ എഴുന്നേറ്റ സംഭവം അറിഞ്ഞില്ല. ഇന്ന് പല വീടുകളിലും സാത്താൻ എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷെ അറിയുന്നില്ല. പല വീടുകളിലും സാത്താൻ എഴുന്നേറ്റിട്ടുണ്ട്. ചില പള്ളികളിൽ സാത്താൻ എഴുന്നേറ്റിട്ടുണ്ട്, അറിയുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ചില മനുഷ്യരുടെ ഹൃദയത്തിൽ സാത്താൻ എഴുന്നേറ്റിട്ടുണ്ട്, പലതും തോന്നിപ്പിക്കാം. ചില മനുഷ്യരെ കൊണ്ട് പലതും തോന്നിപ്പിക്കും. ചില വീടുകളിൽ പലതും തോന്നിപ്പിക്കും, പള്ളികളിൽ പലതും തോന്നിപ്പിക്കും. ഭിന്നത, കലഹം, ഈർഷ്യ, വെറുപ്പ്, പക, ഇതെല്ലാം തോന്നിപ്പിക്കും. മനുഷ്യന്റെ മനസ്സിൽ സാത്താൻ എഴുന്നേൽക്കും. എന്നിട്ട് യോവാബ് പറഞ്ഞൊന്നും കേട്ടില്ല. എന്ത് പറ്റിയെന്നോ? സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു, ദാവീദിനെ തോന്നിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ 21-ാം അധ്യായത്തിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ്: ദാവീദ് സാത്താന്റെ പ്രേരണ മൂലം ചിലത് ഇസ്രായേലിനെ എണ്ണി. അതിനുള്ളൊരു ശിക്ഷയായിട്ട് യഹോവ ദാവീദിന്റെ ദർശകനായിരിക്കുന്ന ഗാദിനോട് അരുളി ചെയ്തു. ദാവീദിന്റെ മുന്നിൽ 3 ശിക്ഷ വെക്കുകയാണ്. 21-ാം അധ്യായം 11 മുതൽ, 21-ന്റെ 11 മുതൽ ദാവീദിന്റെ മുന്നിൽ 3 ശിക്ഷ. 1, 3 സംവത്സരത്തെ ക്ഷാമം. 2, നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി 3 മാസം നിന്റെ ശത്രുക്കളാൽ നീ നശിക്കും. 3, ദേശത്ത് ഒരു മഹാദൂതൻ വന്ന് മഹാസംഹാരം നടത്തും. ഏത് വേണമെന്ന് ദാവീദിനോട് ചോദിക്കാം. ദാവീദിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ ശിക്ഷ മുൻപിലുണ്ടെന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് 1 ദിനവൃത്താന്തം 21-ന്റെ 13. ജീവിതത്തിന്റെ ഒരു ക്രൈസിസ് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ആ പ്രാർത്ഥന എഴുതിയെടുക്കണം കേട്ടോ. നമ്മൾ ആ പ്രാർത്ഥന പഠിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥന ഒരു 3-4 ദിവസം
ആവർത്തിച്ച് 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 ഉരുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. സ്റ്റാറ്റസ് ഒക്കെ പറ്റിയൊരു പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാവോ? ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഞാനിപ്പോ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുത്. ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒരു പ്രയാസത്തിലകപ്പെട്ടിരിക്കുമ്പോൾ, ഒരു വിഷമത്തിലകപ്പെട്ടിരിക്കുമ്പോൾ, നിരാശയിലായിരിക്കുമ്പോൾ, പാപം മൂലം ചില ക്ലേശങ്ങൾ വരുമ്പോൾ, തകർന്നിരിക്കുമ്പോൾ, മനുഷ്യര് നമുക്കെതിരായിട്ട് ആലോചിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് 1 ദിനവൃത്താന്തം 21:13. 1 ദിനവൃത്താന്തം 21:13. ഞാനിപ്പോൾ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാൻ യഹോവയുടെ കയ്യിൽ വീഴട്ടെ. അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യില് ഞാൻ വീഴരുത്. ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ യഹോ ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 പേര് വീണുപോയി. അതിനെ തുടർന്ന് ദാവീദിന്റെ പ്രാർത്ഥന കേട്ട യഹോവയായ ദൈവം ആ അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ച് ദൂതനോട് പറയാണ് കൈ പിൻവലിക്കാൻ. ദൂതൻ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. 70,000 പേര് നശിച്ചു. ദൂതനോട് പറയാണ് കൈ പിൻവലിക്കണം. അനർത്ഥത്തിൽ നിന്നും ദൂതൻ മാറി. ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ആ സ്ഥലത്ത് മുൻപോട്ട് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അറിയാം, യബൂസ്യനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒർന്നാൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ, അയാളെ കണ്ടു. അയാൾക്ക് 4 മക്കളുണ്ട്. ഈ 4 മക്കളുള്ളതായിരിക്കുന്ന ഒർന്നാൻ ദൂതനെ കണ്ടു. ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൂതനെ കണ്ടു. 20-ാം വാക്യം. 20-ാം വാക്യം വന്നിടത്തെ, ഒർന്നാൻ ദൂതനെ കണ്ട് തന്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. 4 ദൂതന്മാരും 4 മക്കളുമായിട്ട് ഒളിച്ചു. ദാവീദ് ഒർന്നാന്റെ അടുക്കൽ വന്നു. ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ട് കളത്തിന്റെ പുറത്ത് വന്നു. ദാവീദ് ഒർന്നാനോട് പറയാണ്, എനിക്ക് ഈ ഗോതമ്പ് കളം തരാമോ? എന്തിനാണെന്നറിയാമോ? ബലിപീഠം ഉണ്ടാക്കാൻ. ദാവീദ് അവിടെ ഒരു ബലിപീഠം ഉണ്ടാക്കി. ദാവീദ് ഒർന്നാനോട് പണം കൊടുത്ത് ബലിപീഠം മേടിച്ചു. ബലിപീഠമല്ല, സ്ഥലം മേടിച്ചു. കാരണം എന്താ? ഫ്രീ ആയിട്ടല്ല, പണം കൊടുത്ത് ആ സ്ഥലം മേടിച്ചു. എന്നിട്ട് അവിടെ ഒരു ബലിപീഠം ഉണ്ടാക്കി. അവിടെ ബലി അർപ്പിച്ചു. ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയുടെ നാമത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഏറ്റവും വലിയൊരു അടയാളമാണ് 1 ദിനവൃത്താന്തം 21:27. 1 ദിനവൃത്താന്തം 21:27. യഹോവ ദൂതനോട് കൽപ്പിച്ചു, അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. യഹോവ ദൂതനോട് കൽപ്പിച്ചു, വാൾ വീണ്ടും ഉറയിലിട്ടു. യഹോവ ദൂതനോട് കൽപ്പിച്ചു. എന്ത് കഴിഞ്ഞപ്പം? ബലി അർപ്പണം കഴിഞ്ഞപ്പം യഹോവ ദൂതനോട് കൽപ്പിച്ചു, വാൾ ഉറയിലിടാൻ. പ്രിയപ്പെട്ടവരെ, ഓരോ ബലിയർപ്പണം കഴിയുമ്പോഴും നമ്മുടെ മേലിലുള്ള ശിക്ഷ മാറും. ദൂതൻ ഇങ്ങനെ വാൾ കൊണ്ട് വെട്ടി വെട്ടിക്കൊല്ലുക. അതിന്റെ ഇടയ്ക്ക് ദാവീദ് പോയിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? ദാവീദിന് ഓടിപ്പോവാൻ വേറൊരു സ്ഥലമില്ല. തൊട്ടടുത്ത് കണ്ട സ്ഥലത്ത് ബലിപീഠം ഉണ്ടാക്കി ബലിയർപ്പിച്ചു. ആ ഒറ്റ ബലിയർപ്പണം കഴിഞ്ഞപ്പം ദൂതൻ വാൾ ഉറയിലിട്ടു. ശിക്ഷ നീങ്ങി. ശിക്ഷ നീങ്ങി. നമ്മുടെ മുകളിൽ ശിക്ഷയുണ്ടാവും. പക്ഷെ ഇത് നീങ്ങാനുള്ള ഒറ്റ വഴിയേയുള്ള ബലിയർപ്പണം. നീങ്ങാനുള്ള ഒറ്റ വഴിയുള്ള ബലിയർപ്പണം. ഒരു ഞായറാഴ്ച ആരാധന മുടക്കരുത് കേട്ടോ. കുർബാന മുടക്കരുത്. ഞായറാഴ്ച ആരാധന ഇനിയിപ്പോ എന്നാ വന്നാലും മുടക്കരുത്. കാരണം നമ്മുടെ മുകളിലുള്ള തൂങ്ങിക്കിടക്കുന്ന വാൾ, എന്റെയും നിങ്ങളുടെയും ശിരസിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന വാള് താഴേക്ക് വീഴാതിരിക്കാനുള്ള ഒറ്റ വഴിയേയുള്ള ഒരു ബലിയർപ്പണം. ദാവീദ് ദൂരേക്ക് പോകാനുള്ള സമയമൊന്നുമില്ല. ദാവീദ് ഓടിച്ചെന്ന് തൊട്ടടുത്തുള്ള സ്ഥലം മേടിച്ചിട്ട്, ഒർന്നാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സ്ഥലം മേടിച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ചു. അവിടെ ബലി നടത്തി. ആ ബലിപീഠത്തിന്മേൽ ഹോമയാഗത്തിന്റെ മുകളിൽ അഗ്നി ഇറങ്ങി. യഹോവ വാൾ ഉറയിലിടാനെടുത്തു. ആ കാലത്ത് യബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. അവിടെ യാഗം കഴിച്ചു. ഓർക്കണം, എല്ലാ ബലിയർപ്പണങ്ങളും ശിക്ഷയെ നീക്കും. എല്ലാ ബലിയർപ്പണങ്ങളും കൊണ്ട് ഈ നോമ്പിന്റെയൊക്കെ നാളുകളിൽ നമ്മൾ കുർബാനയിൽ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കുറേയും കൂടി അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടാകണം. ബലിയർപ്പണം കോപത്തെ അടക്കും. ഓരോ ബലിയർപ്പണങ്ങളും കോപത്തെ അടക്കും, ശിക്ഷയെ നീക്കും. കോപത്തെ നീക്കും, ശിക്ഷയെ നീക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അറിഞ്ഞോ അറിവുകൂടാതെ ഉള്ളതായിരിക്കുന്ന കുറവുകളൊക്കെ വന്നു പോയിട്ട് എവിടെയൊക്കെയോ ചില തെറ്റുകളും ബലഹീനതകളും ഒക്കെ വന്നു പോയിട്ട് ശിക്ഷ വരാനുള്ള സാധ്യതയുണ്ട്. ഓർക്കണം, ദൈവത്തിന്റെ കോപത്തെ അടക്കാനായിട്ട് ബലിയർപ്പണങ്ങൾ മുഖാന്തരമാകണം.
നമുക്ക് ആ പഴയ പ്രാർത്ഥന, നേരത്തെ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. മനുഷ്യരുടെ കയ്യിൽ ഞാൻ വീഴരുതേ, ദൈവത്തിന്റെ കയ്യിൽ മാത്രം ഞാൻ വീഴാം. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ഒർന്നാന്റെ കളത്തിൽ വെച്ച് യബൂസിനായിരിക്കുന്ന ഒർന്നാന്റെ സ്ഥലത്ത് ദാവീദ് ബലിയർപ്പണം നടത്തിയപ്പോൾ നീ നിന്റെ കോപത്തെ പിന്തിരിപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങളുടെ ബലിയർപ്പണങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്നും കോപദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലണമേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ക്കണമേ. കർത്താവേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ക്കണമേ. കർത്താവെ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുക്കണമേ. കർത്താവെ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, മനുഷ്യന്റെ കയ്യിൽ ഞങ്ങൾ വീഴരുതേ, യഹോവയുടെ കയ്യിൽ വീഴട്ടെ. കർത്താവെ, ഈ സന്ധ്യാനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. മാർ അബ്രാമിന്റെയും മാർ തെയോദോറോസിന്റെയും മധ്യസ്ഥത കാവലാകണമേ. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം അനുഗ്രഹിക്കട്ടെ.